ഇന്നത്തെ എൻ്റെ യാത്ര തുടങ്ങുന്നത് നമ്മുടെ സിജോയുടെ വീട്ടിൽ നിന്നാണ്. ഇന്ന് ഞങ്ങൾ ചെറിയൊരു പെറ്റ് ഷോ നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കുറച്ച് കുഞ്ഞു കുട്ടികളുടെ അടുത്തേക്കാണ്. സിജോയ്ക്ക് ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു വർക്ക് കിട്ടുന്നത്. അപ്പോൾ വെറുതെ വീട്ടിലിരുന്ന എന്നെയും കൂടെ വിളിച്ചു. ഞങ്ങൾ റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും സ്കൂളിലെ വാൻ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടീച്ചർമാരും സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഇന്ന് പെറ്റ്സിനെയൊക്കെ പാക്ക് ചെയ്തെത്തിയത് ആറ്റിങ്ങലുള്ള ഡ്രീം പാർക്ക് മോണ്ടിസോറി പ്രീ സ്കൂളിലായിരുന്നു. അവിടെ എത്തിയപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ജോലി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നെയിം ബോർഡും വെക്കണം. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ടിനും അവിടുത്തെ എല്ലാ ടീച്ചർമാരും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് എൻ്റെ കണ്ണിൽപ്പെട്ടത് അവിടുത്തെ ചെടികളും ആ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നതും ആ ഇൻറ്റീരിയൽ വർക്കും ഒക്കെ ആയിരുന്നു. നല്ല അടിപൊളി രീതിയിലായിരുന്നു അവരതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പെറ്റ്സിനെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളെ വിളിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ അവരുടെ ചിരിയും കളിയും തമാശയൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെയായിരിക്കണം. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഈ സ്കൂളിനും ടീച്ചർമാർക്കും തന്നെയാണ്. ഞങ്ങൾ കൊണ്ടുപോയ പെറ്റ്സിന് പുറമെ ആടും പോത്തും കാളയും പശുവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ടീച്ചർ നമ്മളെ പൈത്തനുമായിട്ട് നല്ല കമ്പനി ആയെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാനുള്ള റീസൺ എന്താണ് നമ്മുടെ മാഡത്തിനോട് ഞാൻ ചോദിച്ചു. ഇങ്ങനെ ഒരു എക്സിബിഷൻ എന്ന് വെച്ചാൽ സാധാരണ നമ്മളെല്ലാം കുട്ടികളെ ഔട്ട് സൈഡിലല്ലേ എക്സ്കർഷന് കൊണ്ടുപോകുന്നത്. അപ്പൊ പിന്നെ റിസ്ക് ആണ്, സേഫ്റ്റി പ്രോബ്ലം ഉണ്ട്, എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകുന്നതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ കരുതി ആനിമൽസിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇൻകർഷൻ എന്ന് പറയും, മറ്റൊരു എക്സ്കർഷൻ അല്ലേ, നമ്മളൊരു ഇൻകർഷൻ കാണിക്കാമെന്ന് വിചാരിച്ചാൽ. നമുക്ക് ഈ മന്തിലെ തീം എന്ന് പറയുന്നത് ആനിമൽ കിങ്ഡമാണ്. ആനിമൽസിനെ കുറിച്ചാണ്, പെറ്റ് ആനിമൽസും വൈൽഡ് ആനിമൽസും എല്ലാം ഉണ്ട്. പക്ഷെ പെറ്റ് ആനിമൽസിനെ കാണിക്കും. അപ്പൊ അതേപോലെ ഇവിടെ പോലെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞ് അപ്പൊ ഒരു ഫാമിലി ആയിട്ട് അവർ ചെയ്യല്ലേ, നല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷനും ആണ്, എന്നാൽ ഒരു ഫണ്ണും ആണ്, എല്ലാം ലേണിങ്ങും ഫണ്ണും എല്ലാം കൂടെ ഒന്നിച്ച് പോകാൻ വിചാരിച്ച് ചെയ്തതാണ്. എല്ലാ പെറ്റ്സിനെ ഇഷ്ടപ്പെട്ട. അങ്ങനെ ഇതിനിടയിൽ തന്നെ നമ്മുടെ സിയക്കുട്ടി എല്ലാ കൂട്ടുകാർക്കും എന്തൊക്കെയോ വലിയ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും മഴ അങ്ങ് തുടങ്ങി. ഞങ്ങൾ അങ്ങനെ മഴ തോരാൻ കാത്തിരിക്കുന്നതിനിടയിൽ അവിടുത്തെ പ്ലേ റൂം കാണാനായിട്ട് കയറി. ഇത് കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് പിടികിട്ടി. ഇവിടുത്തെ കുട്ടികളൊന്നും വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരയില്ല എന്ന് തോന്നുന്നു. അതിന്ന് ഞങ്ങളുടെ സിയക്കുട്ടിയെ വിളിക്കാൻ പെട്ട പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. അങ്ങനെ മഴ തോന്നപ്പോഴേക്കും ഞങ്ങളെ പെറ്റ്സിനെ എടുത്തു ടീച്ചർമാരോട് യാത്രയും പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.